പൊതുവെ സമുദായത്തെ എടുത്ത് നമ്മൾ പരിശോധിക്കുമ്പോൾ സമുദായവും എല്ലാ മാറ്റങ്ങളുടെയും അടിസ്ഥാന കാരണമായി നിലനിൽക്കേണ്ട വിശുദ്ധ ഖുർആനും തമ്മിൽ വലിയ ദൂരമുണ്ട്. അത് തൗഹീദ് ഉൾക്കൊണ്ടവരും തൗഹീദ് ഉൾക്കൊള്ളാത്തവരുമൊക്കെ ചിലപ്പോഴെങ്കിലും സമാനമായി വരുന്ന ഒരു മേഖല കൂടിയാണ് അത്. ഖുർആൻ പഠിക്കണം, അത് ഉൾക്കൊള്ളണം, അതിൻ്റെ ആശയം അറിയണം, അതിൻ്റെ അർത്ഥമറിയണം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആത്മപരിശോധനകൾ ഉണ്ടാകണം എന്നൊക്കെ ബോധ്യമുള്ളവരും ദുന്യാവിൻ്റെ തിരക്കുകൾക്കിടയിൽ പലപ്പോഴും അവർക്കിതിന് നേരം കിട്ടലില്ല. വഴലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ സജീവമായി ഉണ്ടാകുന്നവരായിരിക്കും. പക്ഷേ ആഴ്ചയിൽ ഒരു മണിക്കൂർ ദീനിയായ കാര്യങ്ങൾ പഠിക്കാൻ, ഖുർആൻ പഠിക്കാൻ അവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അവസ്ഥ ഉണ്ടാകാറില്ല. അതിനെക്കുറിച്ചാണ് നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രവാചകൻ പറയുന്ന പരാതിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. എൻ്റെ ജനങ്ങൾ ഈ ഖുർആനിനെ പരിഗണിച്ചില്ല പടച്ചോനെ. എന്താണ് ഈ പരിഗണന? എന്താണ് ഈ അവഗണന? ഹജർ എന്താണെന്ന് പറഞ്ഞപ്പോൾ ഖുർആൻ അതിൻ്റെ ആശയം പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അത് വ്യക്തിജീവിതത്തോട് ചേർത്ത് ചിന്തിക്കുന്ന ഒരു സാഹചര്യം അവർക്കുണ്ടായില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നാണ്. നമ്മളൊക്കെ ആലോചിക്കണം, ജീവിതത്തിൽ ഖുർആനും ആയത്തും കൊണ്ട് നമ്മളെടുത്തൊരു പ്രധാന തീരുമാനം എന്താണ്? ഞാൻ സാധാരണ കുറേ വർഷങ്ങളായി പറയുന്ന ഒരു അനുഭവമുണ്ട്. ഞാൻ വളരെ ജാമിഅ നദവിയിൽ പഠിക്കുന്ന കാലമാണ്. 3ാമത്തെ വർഷം, SSLC കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷത്തിൽ കടന്നിട്ടുണ്ടാവും. അപ്പോൾ കേരളത്തിലെ ഒരു പൊതുനിരത്തിൽ ജുമാ ഖുതുബ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ. ജുമാ ഖുതുബ കഴിഞ്ഞ് കോളേജിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് കോഴിക്കോട്ടേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട്, അതാണ് കറക്റ്റ്, അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഒരാൾ വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മുസ്ലിം ആകണം. അയാളോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്തൊരു ചോദ്യമാണ് ഞാൻ തിരിച്ചു ചോദിച്ചത്. നിങ്ങളെന്തിനാ മുസ്ലിം ആണെന്ന് ചോദിച്ചാൽ ഞാനോട് പേടിച്ചു. ഇയാൾ വന്ന് മുസ്ലിം ആകണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ അയാളെ തഴമ്പ് കാണിച്ചു തന്നു കയ്യുമത്തെ. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു കരിങ്കൽ കോറിയിൽ ജോലി ചെയ്യുന്ന ആളാണ്. കരിങ്കല്ലിൻ്റെ ശക്തി എന്താണെന്ന് എനിക്കറിയാം. ഞാൻ ഇവിടെ പള്ളിയിൽ ഖുതുബയിൽ വഖൂദുഹന്നാസു വൽ ഹിജാറ, നരകത്തിൽ കത്തിക്കുന്നത് ഒന്ന് കല്ലാണ്, 2 മനുഷ്യനെയാണ്. കല്ലിൻ്റെ കൂടട്ടിട്ട് കൂട്ടി കത്തിക്കണ ഒരു നരകമുണ്ടെങ്കിൽ എനിക്ക് പ്രശ്നമാണ് എന്ന് പറഞ്ഞു. കരിങ്കല്ലിൻ്റെ ശക്തി എനിക്കറിയാം. ഞാനിങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ ഈ അരീക്കോട് ഭാഗത്തുള്ള വളരെ സജീവമായി ഈ കമ്പാരിറ്റീവ് റിലീജിയൻ, മത താരതമ്യ പഠനവും അങ്ങനത്തെ വിഷയങ്ങളിലൊക്കെ സജീവമായി ഇടപെട്ടിരുന്നൊരു സുഹൃത്ത്, അയാളും തൊട്ടടുത്ത പ്രദേശത്ത് ഒരു ജുമാ ഖുതുബ കഴിഞ്ഞ് ഈ ബസ് സ്റ്റോപ്പൊക്കെ തന്നെ എത്തി. അപ്പോൾ ഞാൻ മൂപ്പരോട് ഏറ്റവും പറഞ്ഞു, ഇയാൾ മുസ്ലിം ആകണമെന്ന് പറയുന്നുണ്ട്. അതിനകത്ത് ചൊല്ലിക്കൊടുത്തുള്ളാറ് എന്നോട് കേട്ടോ. ഒരു ബേജാറുമില്ല, ആരും മുന്നിലും മൈക്കിലൊന്നും ഇത് പറയാനൊരു ബേജാറുമില്ല. അയാളുടെ താല്പര്യപ്രകാരം അയാൾക്ക് ഷഹാദത്തിൽ ചൊല്ലിക്കൊടുത്തു. ഞാൻ വെറുതെ ചോദിക്കണത്, നമ്മൾ എത്ര ആയത്തോതി ഹത്തം തീർത്തവരും ഹത്തം തീർക്കാൻ തീരുമാനിച്ച് പകുതി വഴിക്ക് വിട്ടവരും പിന്നെ അത് എടുത്തു നോക്കാത്തവരും അങ്ങനെ പലരും ഉണ്ട് നമ്മളെ കൂട്ടത്തിൽ. നമ്മളെ ചിന്തിപ്പിച്ച, നമ്മളെ തൊട്ടുണർത്തിയ ഒരു വചനം ഖുർആനിലുണ്ടോ? ഒരാഴ്ചയിലെ എൻ്റെ ഖുതുബ ഞാൻ തുടങ്ങിയത് ഒരു സംഭവം കൊണ്ടാണ്. സംഭവം എന്താ? യൂറോപ്പിലെ തെരുവിൽ ഒരു കറുത്ത വർഗ്ഗക്കാരനായ മനുഷ്യൻ, അയാളിങ്ങനെ വിശന്ന് വലഞ്ഞ് തളർന്ന് നിൽക്കുകയാണ്. അതിലെ പോണ ആളുകളോടൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് കുറച്ച് ഫുഡ് തരുമോ? ഫാൻസി കാറുകളിൽ ചീറിപ്പായുന്നവരും വഴിയോരങ്ങളിൽ ഫുട്പാത്തുകളിലൂടെ നടന്നു പോകുന്നവരും ഒന്നും ആ മനുഷ്യനെ ശ്രദ്ധിക്കണില്ല. ഇപ്പൊ ഒരു മുസ്ലിമായ മനുഷ്യൻ്റെ അടുത്ത് ചോദ്യം ചെന്നപ്പോൾ അയാളെ കൈ പിടിച്ചിട്ട് അയാളവിടെ കൊണ്ടുപോയി ഇരുത്തി ഭക്ഷണമൊക്കെ കൊടുത്തു. ഭക്ഷണമൊക്കെ വയറ് നിറയെ വാങ്ങിക്കൊടുത്ത് കഴിച്ചതിൻ്റെ ശേഷം അയാൾ ഈ മനുഷ്യനോട് ചോദിച്ചു, ഞാൻ ഒരുപാട് ആളോട് ഭക്ഷണം ചോദിച്ചു, ഇന്നലെ രാത്രി ഞാൻ ഭക്ഷണം കഴിച്ചില്ല, ഇന്ന് രാവിലെ എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് ഭക്ഷണം വാങ്ങി തന്നത്? അപ്പോൾ അയാൾ ഖുർആനിലെ ആയത്തോതി, വലാ യഹുബ്ബു അലാ തഅമിൽ മിസ്കീൻ, അഗതിയുടെ ഭക്ഷണത്തിന് അവർ പ്രചോദനമാകുന്നില്ല. പാവപ്പെട്ടവൻ്റെ ഭക്ഷണം അത് എൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അയാളാകെ ഞെട്ടിപ്പോയി. വിശക്കുന്നവന് ഭക്ഷണം വാങ്ങിത്തരണമെന്ന് പഠിപ്പിച്ച പടച്ചോനും പ്രവാചകനുണ്ടെങ്കിൽ എനിക്ക് ഈ രാവിലെ ഭക്ഷണം കിട്ടാൻ കാരണമായ അവരെക്കുറിച്ച് പഠിക്കണം എന്ന് അയാൾ തീരുമാനിച്ചു. അയാൾ പഠിച്ചു, അയാൾ ഇസ്ലാം സ്വീകരിച്ചു. അയാൾ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ വന്ന് ജോയിൻ ചെയ്തു, അവിടെ പഠിച്ചു. അപ്പോൾ ഈ ഖുതുബൻ്റെ അടിയിൽ ഒരാൾ, ഇത് എനിക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് എന്നൊരു കമൻ്റ് ചെയ്തിട്ടു. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ എൻ്റെ അനിയൻ, എൻ്റെ ബ്രദർ, എൻ്റെ അനിയനാണ് എന്നോട് പറഞ്ഞത്.
എൻ്റെ അനിയൻ അതിൻ്റെ യൂട്യൂബിലെ കമൻറ്റ് ഇപ്പോഴും കാണാം. അവൻ എഴുതിയിട്ടു, ഞാൻ പഠിക്കുന്ന ക്ലാസ് മുറിയിലാണ് അയാൾ പഠിച്ചത്. അയാൾ മദീന ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിലാണ് അവനിപ്പോൾ പഠിക്കണത്. ഞാൻ പഠിക്കുന്ന ക്ലാസ് മുറിയിലാണ് അയാൾ പഠിച്ചത്. അയാൾ എഴുതിയ പുസ്തകങ്ങൾ ഇന്നതൊക്കെയാണ്. പത്രമുള്ളൂ. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത മാറ്റങ്ങൾ ഖുർആൻ ഉണ്ടാക്കുന്നുണ്ട്. നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത മാറ്റങ്ങൾ ഖുർആൻ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ ബെഡ്റൂമിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ നമസ്കാരത്തിൽ, നമ്മുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളതാ ചോദ്യം. അതുണ്ടാക്കുന്നില്ല എന്തുകൊണ്ട് എന്നുള്ള ഉത്തരം നമ്മൾ കാണണം. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആനിൽ മസലുൽ ലദീന ഹുമ്മിലു തൗറാത സുമ്മ ലം യഹ്മിലൂഹാ കമസലിൽ ഹിമാർ യഹ്മിലു അസ്ഫാറ ബിഅസ മസലുൽ ഖൗമിൽ ലദീന കദ്ദബൂ ബിആയാതില്ലാഹ് വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ എന്ന വിശുദ്ധ ഖുർആനിലെ ആയത്ത്. ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മഹാരഥന്മാരായ ചില പണ്ഡിതന്മാര് കൃത്യമായി പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? വിശുദ്ധ ഖുർആനിന്റെ ആശയങ്ങളെ മനസ്സിലാക്കാതെ, അതിന്റെ അർത്ഥം ഗ്രഹിക്കാതെ ഞാൻ ഖുർആനിന്റെ ആളാണ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകൾ ഇവിടെ ഉയർത്തിയ വിമർശനത്തിന് അർഹരാണ് എന്നാണ്. ഇവിടെ ഉയർത്തിയ വിമർശനത്തിന്റെ ഗണത്തിൽ അവരും ഉൾപ്പെടും എന്നാണ്. അല്ലേ? എന്താ? ഫദഖല ഫീ ഉമുമി ഹാദാ മൻ യഹ്ഫദുൽ ഖുർആന മിൻ അഹ്ലി മില്ലത്തിനാ സുമ്മ ലാ യഫ്ഹമുഹു വലാ യഅമലു ബിഹി. പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതാണ്. എന്താ? ഫദഖല ഫീ ഉമുമി ഹാദാ, അഥവാ കഴുത കിതാബ് ചുമക്കും പോലെ വേദം ഏറ്റെടുക്കുന്ന ചിലരുണ്ട് എന്ന ആയത്തിനെ വിശദീകരിക്കാണ്. ഈ ആയത്തിന്റെ പൊതുവായ അർത്ഥത്തിൽ പ്രവേശിക്കുന്നുണ്ട്. ആര്? മൻ യഹ്ഫദുൽ ഖുർആൻ, ഖുർആനിനെ അവർ ഹിഫ്ളാക്കിയിട്ടുണ്ട്. മിൻ അഹ്ലി മില്ലത്തിന, നമ്മുടെ മതത്തിൽപ്പെട്ടവർ. സുമ്മ ലാ യഫ്ഹമുഹു, പക്ഷേ അവരതിന്റെ അർത്ഥമൊന്നും മനസ്സിലാക്കണില്ല. അങ്ങനെ ഓതി വിടുന്നുണ്ടോ? ഒരു ഹിഫ്ള് തന്നെ ആക്കാത്തവരെ കാര്യം എങ്ങനെ ഓതിയാലും അറായിത്തല്ലദീ യുകദിബു ബിദ്ദീൻ എന്ന് മാത്രം വരുന്ന ഖുൽ അഊദു ബി റബ്ബിൻ നാസിലും ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫതഹിലും ഓതുന്ന ആൾക്കാരെ കാര്യം ഓലെ കാര്യം ഇവിടെ ചർച്ചയല്ല. ഓലെ കാര്യം ഇവിടെ ചർച്ചയ്ക്ക് എടുത്തിട്ടില്ല. ഖുർആൻ അത്യാവശ്യം ഹിഫ്ളുകളെ കുറിച്ചാണ് ഇതിൽ പറയുന്നത് കേട്ടോ. വലാ യഅമലു ബിഹി, അതുകൊണ്ട് അവർ അമലും ചെയ്യണില്ല. ഇങ്ങനത്തെ ആളുകൾ കൂടി ഇതിൽ പെടും എന്നാണ് ഇമാം നവവി റഹിമഹുല്ലാ രേഖപ്പെടുത്തി. ലൈസ ഹല്ലുഹും മിനൽ ഖുർആനി ഇല്ലാ മുറൂറുഹു അലൽ ലിസാൻ. ചില ആളുകൾക്ക് ഖുർആനുമായുള്ള അവരുടെ ബന്ധം എന്ന് പറയുന്നത് നാവിൽ അവരതിനെ ഇങ്ങനെ ഉച്ചരിക്കും. ഫലാ യുജാവിസു തറാഖീഹിം ലിയസ്ല ഖുലൂബഹും, ഒരിക്കലും അവരുടെ ഉള്ളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലുന്നില്ല എന്നാണ്. എന്നിട്ട് എന്താണ്? വതദബ്ബുറുഹു ബിവുഖുഇഹി ഫിൽ ഖൽബ്, ഹൃദയത്തിൽ അത് സംഭവിക്കും വിധമുള്ള ചിന്തകൾ അവരിൽ നിന്ന് ഉണ്ടാകുന്നുമില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുകയാണ്. അദ്ദേഹം തന്നെ സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഭാഗത്ത് ഇമാം നവവി റഹിമഹുല്ലാ പറയാണ്, വതദബ്ബുറുൽ കലാമി ബിദൂനി ഫഹ്മി മആനിഹി, ഒരാള് ഒരു വാചകം അതിന്റെ പൂർണ്ണമായ അർത്ഥം വതദബ്ബുറുൽ കലാമി ബിദൂനി ഫഹ്മി മആനിഹി, അർത്ഥം മനസ്സിലാക്കാതെ ഒരു കലാം, ഒരു വാചകം അതിനെക്കുറിച്ച് ഉറ്റാലോചിക്കുക എന്നത് ലാ യുംകിൻ, അതൊരിക്കലും സാധ്യമല്ല. വഅയ്ളൻ ഫൽ ആദതു തംനഉ അൻ യഖറഅ ഖൗമുൻ കിതാബൻ ഫീ ഫന്നിൻ മിനൽ ഇൽമി, സാധാരണഗതിയിൽ ഒരു വിജ്ഞാന ശാഖയിലെ ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ തിബ്ബി, മെഡിക്കൽ സയൻസ് വായിക്കണം, വല ഹിസാബ്, മാത്തമാറ്റിക്സ് വായിക്കണം, വലാ യസ്തശ്രിഹൂനഹു ഫകൈഫ ബികലാമില്ലാഹി അല്ലദീ ഹുവ ഇസ്മതുഹും ബിഹി വബിഹി നജാതുഹും വസആദതുഹും വഖിയാമു ദീനിഹിം വദുനിയാഹും വലാ യസ്തശ്രിഹൂനഹു, അവരതൊരിക്കലും മനസ്സിലാക്കുന്നില്ല, അവരതിന്റെ ശറഹ് ഉൾക്കൊള്ളുന്നില്ല. ആരെങ്കിലും ഒരാള് അർത്ഥം മനസ്സിലാക്കാതെയും ബോധ്യപ്പെടാതെയും മാത്സിന്റെ പുസ്തകം വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? സയൻസിന്റെ പുസ്തകം വായിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവരുടെ സംരക്ഷണത്തിന്റെ ഗ്രന്ഥമായ ഖുർആൻ പിന്നെ എങ്ങനെ അങ്ങനെയാകും? അവരുടെ സൗഭാഗ്യവും സന്തോഷവും രക്ഷയും ഒക്കെ ആ ഖുർആനാണ്. ആ ഖുർആനാണെന്നിരിക്കെ പിന്നെ എങ്ങനെ അത് അവർക്കായി മാറും? അവരുടെ ദീനിന്റെ നിലനിൽപ്പും അവരുടെ ദുന്യാവിന്റെ തന്നെയും നിലനിൽപ്പും ആ കിതാബാണ്. ആ കിതാബിലെ അർത്ഥവും ആശയവും മനസ്സിലാക്കാതെ അവർക്കതെങ്ങനെ അതുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ സുന്നി മുജാഹിദൊന്നല്ല പറയണതെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്. അള്ളാഹുവിന്റെ കിതാബ് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാന്നുള്ളത് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വലിയ ബാധ്യതയുള്ള കാര്യമാണ്. ശരിക്ക് നമ്മളൊരു ആയത്തുണ്ട് ഓതുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കും? ശരിക്ക് അതിന്റെ അർത്ഥത്തിൽ ചെല്ലുകയാണെങ്കിൽ അല്ലേ? ഉസൈദ് റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിയപ്പോൾ അദ്ദേഹത്തിന്റെ കുതിര ഇങ്ങനെ ചാടുക.
കുതിര ഇങ്ങനെ ചാടുകയാണ്. കുറെ കഴിഞ്ഞപ്പോൾ അദ്ദേഹം വന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ അദ്ദേഹം റസൂലുള്ളാഹിന്റെ സദസ്സ് പോയി പറയാ, മേഘക്കീറുകളിൽ വിളക്കുകളെ ഞാൻ കണ്ടു നബിയെ, വെളിച്ചത്തെ ഞാൻ കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് മലായിക്കത്തായിരുന്നു നിന്റെ ഓത്ത് തുടർന്നിരുന്നുവെങ്കിൽ മദീനയിലെ മനുഷ്യർക്ക് അത് കാണാമായിരുന്നു. ഒരു പേജ് നമ്മൾ ഓതുമ്പോ, ഒരു പേജിലൂടെ കടന്നു പോകുമ്പോ എന്തെല്ലാം മഹാ അത്ഭുതങ്ങൾ യഥാർത്ഥത്തിൽ വരാനുണ്ട്. മാത്രല്ല സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കിതാബിനെയും പ്രവാചകന്റെ ഹദീസിനെയും പഠിച്ചു മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് അവന്റെ ഇഹലോകത്തും പരലോകത്തും അതിലൂടെ ഒരുപാട് നേട്ടങ്ങൾ നേടാനുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം കഅബാലയത്തിൽ ഉംറക്ക് വന്ന സമയത്ത് അദ്ദേഹം പിന്നെ ഒരു പ്രദേശത്തിന്റെ ചുമതല കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു ഗവർണറെ അവിടെ കാണുകയാണ്. അപ്പൊ ആ ഗവർണർ ഹറമിനെ അടുത്ത് വിളിച്ചു. ചോദിച്ചു, അവിടെ ആർക്കാണ് നീ ചുമതല കൊടുത്ത് ഇങ്ങോട്ട് പോന്നത്? അവിടെ ആർക്ക് ചുമതല കൊടുത്തിട്ടാണ് പോന്നത് എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അതിന് ഉത്തരം കൊടുത്തു. ഒരാളെ പേര് പറഞ്ഞു. ആളെ പേര് പറഞ്ഞപ്പോ അദ്ദേഹം ചിരിച്ചിട്ട് ചോദിച്ചു, നമ്മളെ കൂട്ടത്തിലെ അടിമയായിരുന്ന ആ വ്യക്തി കാണല്ലേ എന്ന് പറഞ്ഞാ. അടിമ എന്ന് പറഞ്ഞാരാ? നമ്മളെ പെരയിൽ നമ്മൾ പണിക്ക് നിർത്തിയ ഒരാളെക്കാളും ഏറ്റവും താഴ്ന്ന ജീവിത നിലവാരമുള്ള, നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത അങ്ങനത്തെ ഒരു അവസ്ഥ ഉള്ളവര്. നമ്മള് ഒരു നാക്കാലി ചന്തയിൽ ചെന്ന നാക്കാലികൾ എങ്ങനെ നിർത്തിയിട്ടുണ്ടാവില്ലേ, അതേപോലെ അറേബ്യൻ ലോകത്ത് നിലനിന്നിരുന്ന ഒരു ജനത, അവരാണ് അടിമകൾ. ആ അടിമവർഗത്തിൽപ്പെട്ട ഇസ്ലാമിലെ അടിമത്വവും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച വരുമ്പോ കൺഫ്യൂസ്ഡ് ആകുന്ന ആളുകളോട് ഞാൻ പറയാം, ആദ്യം പറഞ്ഞ കാര്യം, ദീന് പഠിക്കണില്ല. ദീന് പഠിക്കാതിരിക്കും ഏതെങ്കിലും ടീച്ചറും മാഷൊക്കെ പറഞ്ഞ കേട്ട് ഞെട്ടും. ദീന് പഠിച്ചവര് ഞെട്ടൂല. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നമ്മളുടെ കൂട്ടത്തിലെ ആ അടിമയായിരുന്ന വ്യക്തിയാണല്ലേ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം അതേ എന്ന് പറഞ്ഞപ്പോ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അതിന് കൊടുത്ത ഉത്തരം എന്താണെന്നറിയോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്ത ഉത്തരം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ യർഫഉ ബിഹാദൽ കിതാബി അഖ്വാമ, ഒരു വിഭാഗത്തെ അള്ളാഹു ഈ കിതാബ് കൊണ്ട് ഉയർത്തും, ഒരു വിഭാഗത്തെ ഈ കിതാബ് കൊണ്ട് അള്ളാഹു തന്നെ തകർക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ കേവലം അടിമയായിരുന്ന ഒരു മനുഷ്യൻ, അദ്ദേഹം എത്ര വലിയ ഉയരത്തിലേക്കാണ് എത്തിയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ച് പഠിപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ജീവിതത്തിൽ ഇഹലോകത്തും പരലോകത്തും ഒക്കെ തൗഫീഖ് കിട്ടുന്ന കാര്യമാണ്. നിങ്ങൾ അതാ ബിൻ അബി റബാഹ് റഹിമഹുല്ലയെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം അതാ ബിൻ അബി റബാഹ് റഹിമഹുല്ല, അദ്ദേഹത്തിന്റെ ചെറിയ പ്രായത്തിലെ അവസ്ഥ എന്തായിരുന്നു? ഈ കഴുത്തിങ്ങട്ട് ഈ പെരടിന്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും? ഇതിങ്ങനെ പൊന്തിയിട്ട് അങ്ങനെ, മൂക്ക് വലുത്, കണ്ണ് കുഴിഞ്ഞു പോയ കറുത്ത ഒരു കുറിയ മനുഷ്യൻ. സമപ്രായക്കാരുടെ അരികിലെത്തുമ്പോ കളിയാക്കും, പരിഹസിക്കും, തെറി വിളിക്കും. കരഞ്ഞ് സങ്കടപ്പെട്ട് ഉമ്മയുടെ അരികിൽ വന്ന് ഉമ്മനെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് കരയണ മോനോട് ഒരു ദിവസം ഉമ്മ പറഞ്ഞു, ഉമ്മാന്റെ കുട്ടി ഖുർആന് പഠിച്ചോ, നീ ദീന് പഠിച്ചോ, നീ കിതാബ് പഠിച്ചോ, നിന്നെ എല്ലാവരും ബഹുമാനിക്കും, നീ ആദരിക്കും. എന്നിട്ട് ഈ ഹദീസ് കൂടി പറഞ്ഞു കൊടുത്തു. ആ വ്യക്തി പിന്നീട് ചരിത്രത്തിൽ എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? കാന സിഖതൻ കബീറൽ കതീറൽ ഹദീസ് ഫഖീഹൻ ആലിമൻ റഫീഅൽ ഖദർ, ഒരുപാട് ഹദീസുകൾ ഉദ്ധരിച്ച ഏറെ വിജ്ഞാനമുള്ള ഒരു വ്യക്തിയായി മാറിയപ്പോൾ ആ വ്യക്തി കാന അബ്ദൻ അസ്വദ ലിംറഅത്തിൻ മിൻ അഹ്ലി മക്ക, മക്കയിലെ ഒരു കറുത്ത വർഗ്ഗക്കാരിൽപ്പെട്ട സ്ത്രീയുടെ മകനായി ജനിച്ച അദ്ദേഹത്തെ കുറിച്ച് അദ്റക ജമാഅത്തൻ മിനസ് സഹാബത്തി വകാന അഫ്ഖഹ അഹ്ല മക്ക ഫീ സമാനിഹി. ഇമാം ദഹബി റഹിമഹുല്ലാഹ് പറയാണ്, എന്താ, അദ്ദേഹം സ്വഹാബത്തിൽപ്പെട്ട ആളുകളെ കണ്ടുമുട്ടിയ തന്റെ കാലഘട്ടത്തിലെ മക്കയിൽ ഏറ്റവും വിജ്ഞാനമുള്ള വ്യക്തിയായിരുന്നു. ഇബ്നു അബ്ബാസിന്റെ അടുത്ത് ഫത്വ ചോദിച്ചു ചെന്ന അള്ളാഹുവിന്റെ റസൂല് പിറന്ന ദിവസങ്ങളിൽ തന്നെ കയ്യിൽ ഇങ്ങനെ തലവെച്ച് അല്ലാഹുമ്മ ഫഖിഹു ഫിദ്ദീൻ, ഇബ്നു അബ്ബാസിനെ അല്ലാഹുമ്മ അല്ലിമു തഫ്സീർ പഠിപ്പിച്ചു കൊടുക്കി എന്ന് പറഞ്ഞ അത്ര വലിയ പ്രാർത്ഥന കിട്ടി. അത്രയും വലിയ വിജ്ഞാനമുള്ള, ചെറിയ പ്രായത്തിൽ തന്നെ വലിയ സ്വഹാബികൾക്ക് മനസ്സിലാകാത്ത മസ്അലകൾ പ്രവാചകന്റെ സദസ്സിൽ നിന്ന് പഠിച്ച് ബോധ്യപ്പെട്ട പ്രവാചകൻ തന്നെ ഇദ്ദേഹത്തിന് വിജ്ഞാനുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി പല ഇടപെടലുകളും നടത്തി. ആ സ്വഹാബിയുടെ അടുത്ത് മസ്അല ചോദിച്ചു ചെന്ന ആളുകളോട് അദ്ദേഹം പറയാ, യാ അഹ്ലു മക്ക, ഓ മക്കക്കാരെ,
അതജ്തമിഊന അലയ്യ, നിങ്ങൾ എന്തിന് എന്റെ അടുത്തേക്ക് വരണം? വഫീകും അതാ, നിങ്ങളുടെ അടുത്ത് അതാ ബിൻ അബി റബാഹില്ലേ, നിങ്ങൾക്ക് അവിടെ നിന്നാൽ പോരെ എന്നാണ്. മാത്രല്ല മൻ അഫ്ഖഹു അഹ്ലി മക്ക എന്ന് ചോദിച്ചപ്പോ, ആരാണ് മക്കയിൽ ഏറ്റവും ഫിഖ്ഹിൽ ഇൽമുള്ള വ്യക്തി എന്ന് ചോദിച്ചപ്പോ ജനം പറഞ്ഞ ഉത്തരം അതാ ബിൻ അബി റബാഹ് എന്നായിരുന്നു. അതാ ബിൻ അബി റബാഹ് ഖാളിയായിരുന്നു. ആരാ ഖാളി? ഇസ്ലാമിലെ ഖാളി എന്ന് പറഞ്ഞ പള്ളി കമ്മിറ്റിക്ക് ഇഷ്ടമല്ലാത്തത് പറയുമ്പോ അടുത്ത ആഴ്ച പിരിച്ചുവിടുന്ന ഖാളിയല്ല. ഞാൻ പറയാം ഇസ്ലാമിലെ ഖാളി. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖാളിയുടെ അടുക്കൽ കോടതിയിൽ പോയി ഒരു പരാതി കൊടുത്തു. എന്താ പരാതി? ജൂതനായ ഇന്നാൾ എന്റെ ഇന്ന വസ്തു എടുത്തു കൊണ്ടുപോയിട്ടുണ്ട്, അതെനിക്ക് തിരിച്ചു കിട്ടണം. ജൂതനായ വ്യക്തിയെയും മറ്റൊക്കെ ചോദ്യം ചെയ്തതിന്റെ ശേഷം ഖലീഫയെ താഴെ നിർത്തി അന്നത്തെ ഖാളിയായിരുന്ന വ്യക്തി ഖലീഫയോട് പറയാണ്, എന്താ ജൂതന്റെ വാദം, ജൂതന് മുന്നിൽ നിങ്ങളുടെ വാദം തെളിയിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല, അതുകൊണ്ട് ജൂതന് അനുകൂലമായി ഞാൻ വിധിക്കുന്നു. അതാണ് ഇസ്ലാമിലെ ഖാളി. ആ ഖാളി സ്ഥാനത്തിരുന്ന അതാ ബിൻ അബി റബാഹ് അദ്ദേഹം കോടതിയിൽ പ്രവേശിച്ചാൽ പിൻഡോ ഓഫ് സൈലൻസ് ആയിരുന്നു എന്നാണ്. സൂചി വീണാൽ കേൾക്കാത്ത നിശബ്ദതയായിരുന്നു, അത്രയും ഭയമായിരുന്നു, ബഹുമാനമായിരുന്നു എന്നാണ്. സുഹൃത്തുക്കളെ, ഇങ്ങനെ കഴുത്ത്, ഇങ്ങനെ ശരീരത്തിന്റെ ഉള്ളിലെ കണ്ടുപോയ, മൂക്ക് വലുതായ, കണ്ണു കുഴിഞ്ഞു പോയ, പിന്നെ ആകൃതി കൊണ്ടും രൂപം കൊണ്ടും ഒന്നുമല്ലാത്തൊരു മനുഷ്യൻ ഈ കീശേരി അങ്ങാടിയിലെ പ്രഭാഷണ വേദിയിൽ അതാ ബിൻ അബി റബാഹ് എന്ന് പറയുമ്പോൾ റഹിമഹുല്ലാഹ് എന്ന് പറയുന്ന ഉയരത്തിലേക്ക് എത്തിയത് ഖുർആനിന്റെ കൂടെയുള്ള യാത്രയാണ്, ഹദീസിന്റെ കൂടെയുള്ള യാത്രയാണ്, കിതാബിന്റെ കൂടെയുള്ള യാത്രയാണ്. മനുഷ്യ ചരിത്രത്തിൽ ഉയർച്ചകൾ കൊടുത്ത മഹാവേദഗ്രന്ഥം. അബൂജഹലും ഉത്ബത്തും ശൈബത്തും ഒക്കെ ആ നാട്ടിലെ വലിയ പ്രധാനമന്ത്രിയും പ്രസിഡന്റും മന്ത്രിസഭാ അംഗങ്ങളുമായിരുന്നു നമ്മുടെ കാലത്തെ ഭാഷയിൽ പറഞ്ഞാൽ. എന്നാൽ പിന്നീട് എന്ത് സംഭവിച്ചു? അവർക്കൊക്കെ എന്ത് സംഭവിച്ചു? ഒരു ജനതയെ അല്ലാഹു ഈ കിതാബ് കൊണ്ട് തകർക്കുമെന്ന് പറഞ്ഞതിന്റെ നേർസാക്ഷ്യമാണ് കണ്ടത്. എന്താ അബൂലഹബിന് സംഭവിച്ചത്? അവന്റെ ശരീരത്തിലാകെ വ്രണം ബാധിച്ച്, ഒരു പ്രത്യേക രോഗം ബാധിച്ച്, അതിന്റെ ഗന്ധം സഹിക്കവയ്യാതെ, കാഴ്ച സഹിക്കവയ്യാതെ ഇസ്ലാമിനും പ്രവാചകനുമെതിരിൽ അവനെ ഇളക്കിവിട്ട അവന്റെ ഭാര്യയും മറ്റുള്ളവരും അവനെ ഒരു കയറിൽ കെട്ടി, പേപ്പട്ടിയെ ബന്ധിക്കും പോലെ ബന്ധിച്ച് മരുഭൂമിയിൽ ഒരു ടെന്റ് കെട്ടി, ആ ടെന്റിലെ കാലിൽ അവനെ കെട്ടി. ദൂരത്തേക്ക് അവന്റെ നിലവിളികൾ കേൾക്കാമായിരുന്നുവെന്നാണ്. മക്കയുടെ പ്രധാനമന്ത്രിയുടെ നിലവിളി ദൂരത്തേക്ക് കേൾക്കാമായിരുന്നുവെന്നാണ്. അള്ളാഹുവിന്റെ കിതാബിന്റെ കൂടെ യാത്ര ചെയ്യാതിരിക്കുകയും അതിനോട് ധിക്കാരം ചെയ്യുകയും ചെയ്തപ്പോൾ ചരിത്രത്തിൽ ഏറ്റവും ദുരന്തമായ പര്യവസാനം ഉണ്ടായത് എന്താണ്? അബൂജഹലിന് പറ്റിയത്. അബൂജഹല് ബദറിൽ അയാൾ കൊല ചെയ്യപ്പെട്ടു. നോക്കാനും ബഹുമാനിക്കാനൊന്നും ആരും ഉണ്ടായില്ല, അല്ലേ? എന്നാലോ അവരൊക്കെ അടിമത്തത്തിന്റെ ചങ്ങലകളിൽ ബന്ധിച്ച് ക്രൂരമായി പീഡിപ്പിച്ച മനുഷ്യരുണ്ടായിരുന്നു മക്കയിൽ. ബിലാൽ റളിയല്ലാഹു അൻഹു അവര് ക്രൂരമായി പീഡിപ്പിക്കുമ്പോഴും ഒരിക്കൽ പോലും അട്ടഹസിച്ച് കരയാതെ കണ്ണീര് നിയന്ത്രിച്ചു നിർത്തി, തന്റെ കരച്ചിലും കണ്ണീരും തന്റെ ചുറ്റും വിശ്വാസത്തിന് കൊതിക്കുന്നവർക്ക് തടസ്സമാകരുന്ന ബോധ്യത്തോടെ നിന്ന ആ ബിലാൽ റളിയല്ലാഹു അൻഹു ചരിത്രത്തിൽ ഒരു ദിവസം എത്ര തവണ സ്മരിക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ? അദ്ദേഹം എത്ര തവണ ഓർക്കപ്പെടുന്നു പ്രിയപ്പെട്ടവരെ? ഒരാളെ നിങ്ങൾ ഓർക്കുന്നത് അയാളുടെ സൗന്ദര്യം കൊണ്ടാണെങ്കിൽ ബിലാലിന് ആ സൗന്ദര്യമില്ല. ഒരാളെ നിങ്ങൾ ഓർക്കുന്നത് അയാളുടെ സംസാരത്തിന്റെ കപ്പാസിറ്റി കൊണ്ടാണെങ്കിൽ അതും ബിലാലിനില്ല. ഒരാളെ നിങ്ങൾ ഓർക്കുന്നത് കുടുംബ പരമ്പര കൊണ്ടാണെങ്കിൽ അതുമില്ല. ഒരാളെ നിങ്ങൾ ഓർക്കുന്നത് ധീരവീര പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുത്തൊരു യുദ്ധ രംഗത്തൊരു വ്യക്തിയായതുകൊണ്ടാണെങ്കിൽ അതുമില്ല അദ്ദേഹത്തിന്. മറിച്ച് ഖുർആനിന്റെ കൂടെയുള്ള യാത്രയായിരുന്നു കാരണം. അതുകൊണ്ട് തൗഹീദ് ഉൾക്കൊണ്ട ജനതയോട് ആദ്യവും തൗഹീദിന്റെ വഴിയിലേക്ക് വരേണ്ടവരോട് പിന്നെയും പറയുകയാണ്, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഖുർആൻ പഠിക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകണം. നമ്മുടെ നമസ്കാരം പോലത്തെ ഫർളാണത്. ഞാനതാ പറഞ്ഞ, തറാവീഹ് നിങ്ങൾ പോയിട്ടില്ലെങ്കിലും പടച്ചോൻ ഒരു പക്ഷേ നിങ്ങളെ ശിക്ഷിച്ചോളണമെന്നില്ല. നിങ്ങൾ 6 നോമ്പ് എടുത്തിട്ടില്ലെങ്കിലും ഒരു പക്ഷേ ശിക്ഷിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ കിതാബ്, നമ്മൾ നിസ്കാരത്തിലോതുന്ന സൂറത്തുകൾ, നമ്മൾ നിരന്തരം ജീവിതത്തിൽ പകർത്തേണ്ട ഭാഗങ്ങൾ, നമ്മൾ ജീവിതത്തിന്റെ സമീപനങ്ങൾ, അത് ഉൾക്കൊണ്ട് പഠിക്കുന്ന ഒരു ജനതയായി മാറാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പറ്റണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വിചാരണ എന്നുള്ളത് വല്ലാത്തൊരു സംഭവമായിരിക്കും സഹോദരന്മാരെ. പ്രത്യേകിച്ച് മലയാളിയെ സംബന്ധിച്ച്. എന്താ കാര്യം? നമുക്ക് ഖുർആൻ പഠിക്കാൻ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, അല്ലേ? ഖുർആൻ പഠിക്കാൻ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്. ഖുർആൻ പഠിക്കുന്ന ഒരു വഴിയിലേക്ക് ഒരാൾ പ്രവേശിച്ചാൽ, അങ്ങനെ പ്രവേശിക്കുന്നതോടുകൂടെ ആ വ്യക്തി യഥാർത്ഥത്തിൽ എന്താ ആ വ്യക്തിക്ക് സംഭവിക്കുക? ആ വ്യക്തിക്ക് അതിന് വിട്ടുപോകാൻ പറ്റില്ല. ഇപ്പം എൻ്റെ വാപ്പയും ഈ 2 ഖുർആൻ ക്ലാസ് പോലുണ്ട്. ഞങ്ങളെ നാട്ടിൽ നിന്ന് ആദ്യമായിട്ട് ഖുർആൻ ക്ലാസ്സിക്ക് 1.5 കിലോമീറ്റർ ഒരു
പാടവും വാഴത്തോട്ടൊക്കെ കടന്നു പോയത് എൻ്റെ അമ്മയാണ്. വാപ്പ പോയിട്ടില്ലെന്ന്. ഇജ്ജ് പോയിക്കോ, ഞാൻ അല്ല എന്നാണ് അന്ന് വാപ്പ പറഞ്ഞത്. ആദ്യമായിട്ട് പോയത് അവിടെ പോയി. ഹംസകുട്ടി സെൽഫിൻ്റെ ഖുറാൻ ക്ലാസ് പോയി. കുറച്ച് ദിവസം അമ്മ പോയി, പിന്നെ എപ്പോൾ പോയി. അപ്പോൾ വലിയ ചികിത്സയൊക്കെ കഴിഞ്ഞ് ക്യാൻസറിൻ്റെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് കാളൊക്കെയാണ്. പക്ഷെ അവർ രണ്ടാളും 2 ഖുറാൻ ക്ലാസ്സിൽ, ഒന്ന് ഞങ്ങളെ ശാഖയിലെ പള്ളിയിലെ ഖുറാൻ ക്ലാസ്സിൽ അവർ രണ്ടാളും പങ്കെടുക്കും. മറ്റത് തൊട്ടപ്പുറത്ത് ഞങ്ങളെ ശാഖയുടെ തന്നെ മറ്റൊരു മൂലയിലുള്ള ഖുറാൻ ക്ലാസ്സിൽ അവർ പങ്കെടുക്കും. 4 ഖുറാൻ ക്ലാസ്സിൽ ആഴ്ചയിൽ പങ്കെടുക്കുന്ന ആളെ എനിക്കറിയാം. ഖുറാനിനൊരു രുചിയുണ്ട്, അതിങ്ങനെ കേട്ടിരിക്കാനൊരു രസമുണ്ട്. ചില ആൾക്കാർ DJ മ്യൂസിക് നൈറ്റിലൊക്കെ പോയിട്ട് ചാടണില്ലേ, അതിലേറെ വലിയ രുചിയുണ്ട് അതിൻ്റെ ആശയ സാരാംശങ്ങളിലേക്ക് എത്തുമ്പോൾ. ഇവിടെ കീശേരിയിൽ നമുക്ക് CR ഉണ്ട് അല്ലേ, പിന്നെ QHLS ഉണ്ട്, കുട്ടികൾക്ക് പഠിക്കാൻ CR ഉണ്ട്. കറക്റ്റ് സമയത്ത് എല്ലാ ശനിയാഴ്ചയും ഇവിടെ ഖുറാൻ ഹദീസ് ലേണിംഗ് സ്കൂളുണ്ട്. ഇവിടെ വന്നിട്ട് ഇന്ന് തിരിച്ചു പോകുമ്പോൾ എന്താ കിട്ടിയേ? ഇവിടുന്ന് കിട്ടിയ ഒരു കുപ്പി വെള്ളം. അതല്ല അതിൻ്റെ ഉത്തരം. ഭയങ്കര മാതൃകാപരമായ ഒരു സംഭവമാണ്. ഇങ്ങനത്തെ കാലത്ത് പൊതുയോഗം വെക്കുമ്പോൾ എല്ലാവർക്കും വെള്ളം കൊടുക്കുക എന്നുള്ളത്. വെള്ളം കൊടുക്കണതിന് വലിയ പുണ്യമുണ്ട് അല്ലേ? വെള്ളം കൊടുക്കണതിന് പുണ്യം നമുക്കതറിയില്ല പൊതുവെ, മലയാളികൾക്ക് അതറിയില്ല പൊതുവെ. അറബ്സൊക്കെ ലോഡ് കണക്കിന് വെള്ളം കൊണ്ടുവന്ന് ഇറക്കി കൊടുക്കണ കാണുമ്പോൾ നമുക്കത് മനസ്സിലാകുക. അത് മരുഭൂമി ആയിട്ടല്ലേ എന്നാ ചില ആൾക്കാർ വിചാരിച്ചേക്കുക. അപ്പോൾ ഒരു കുപ്പി വെള്ളത്തിന്റെ പൈസ ചിലവാക്കാന്ന് ആലോചിക്കൂല. ഇരിക്കട്ടെ, ഞാൻ പറയുന്നത് QHLSന് പോകാൻ എന്താ നമുക്ക് തടസ്സം? 100 തടസ്സം പറയാം നമ്മള്. അങ്ങനെ 100 തടസ്സം പറയുന്നവർക്കാണ് അന്നൂർ ഖുറാൻ പഠന പദ്ധതി. ഞാൻ കഴിഞ്ഞ ദിവസം പീസ് റേഡിയോയിൽ ഫോൺ ഇൻ വൈവ അറ്റൻഡ് ചെയ്തു. ഫോൺ ഇൻ വൈവ എന്ന് പറയുന്നത് 1000കണക്കിന് ആളുകൾ എഴുതുന്ന പരീക്ഷ. 15ാമത്തെ മൊഡ്യൂൾ ഒരു 30 ക്ലാസ് ഉണ്ട്, 20 മിനിറ്റിൻ്റെ. അത് ആ പരീക്ഷ എഴുതിയിട്ട് അതിൽ നിന്നൊരു 10-20 ആളൊക്കെ എന്ത് ചെയ്യും, 99 മാർക്കൊക്കെ കിട്ടും. അപ്പം ഇതിൽ നിന്ന് 3 ആളെ നിയമിക്കണമല്ലോ, ഫസ്റ്റ് സെക്കൻഡ് തേർഡ്. അപ്പം നമുക്കാണ് പണി വരിക. അപ്പോൾ അവരെ നമ്മൾ ഫോണിൽ കണക്ട് ചെയ്തിട്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കും. 10 സെക്കൻഡിൽ ആൻസർ പറയണം. ഇതാണ്. പിന്നെ അവരിൽ നിന്ന് സോർട്ട് ചെയ്തിട്ട് പിന്നെ അടുത്ത തവണ വെക്കും. അപ്പോൾ 5 സെക്കൻഡ് ആക്കും. എന്നാലും മറുപടികളായിരിക്കും. ഇതൊക്കെ ആരറിയോ? കൊല്ലം ജില്ലയിലെ സലഫി പള്ളികളോ ഒന്നുമില്ലാത്ത ഒരൊറ്റപ്പെട്ട പ്രദേശത്തു നിന്ന് മെഹർനിസ എന്ന് പറയുന്ന ഒരു ഉമ്മ, 68കാരിയായ ഒരു ഉമ്മയായിട്ട് ഞാൻ സംസാരിച്ചു. പീസ് റേഡിയോ അത് അടുത്ത ദിവസം ബ്രോഡ്കാസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും, ഞങ്ങൾ തമ്മിലുള്ള സംസാരം കേൾക്കാൻ പറ്റും. അപ്പോൾ കുറച്ച് പ്രായമുള്ള ഉമ്മയായതുകൊണ്ട് കുറച്ചുകൂടി നമുക്ക് ഫ്രീ ആയിട്ട് ചോദിക്കാമല്ലോ. അപ്പോൾ അവര് 500 തുടങ്ങിയതിൻ്റെ ശേഷമുള്ള മുഴുവൻ ക്ലാസ്സും ഏകദേശം 6000-ഓളം മിനിറ്റ് ഏറ്റവും മിനിമം അവർ ഖുറാന്റെ കൂടെ ചെലവാക്കിയിട്ടുണ്ടാകും. ജീവിതത്തിൽ 6000-ഓളം മിനിറ്റ് ഖുറാന്റെ കൂടെ മാത്രം. 6000 അല്ല, ഒരു ക്ലാസ് ഇങ്ങനെ പഠിയണമെങ്കിൽ ഒരു വട്ടം കേട്ടാൽ പോരാ, ആവർത്തിച്ച് കേൾക്കണം, നോട്ട് എടുക്കണം, ഒക്കെ വേണം. ഞാൻ പറയണത് ഇതൊക്കെ നാട്ടിൽ ഇപ്പോഴും നടക്കുന്നതാണ്. എനിക്ക് പലപ്പോഴും മദീനയിൽ ഖുറാൻ ഉണ്ടാക്കിയ മാറ്റല്ല ആദ്യം പറയാൻ തോന്നുക. അതിന്റെ കാര്യം എന്താ അറിയോ? പണ്ടൊരു കുട്ടി ചോദിച്ചു, അത് നബിയുള്ള കാലത്തായതുകൊണ്ടല്ലേ? മസ്ജിദുൻ നബവിയിൽ തക്ബീറിന്റെ, തഹ്ലീലിന്റെ, തസ്ബീഹിന്റെ മുഴക്കമുള്ള മദീനയിൽ, പ്രവാചകന്റെ സാന്നിധ്യമുള്ള മദീനയിൽ ആയിരുന്നു ഞാനെങ്കിൽ ഞാനും മാറുമായിരുന്നു എന്ന് പറയണ്ടായി. അപ്പോ ഖുറാനും ഇസ്ലാമൊക്കെ നമ്മുടെ കാലത്തുണ്ടാക്കുന്ന മാറ്റങ്ങൾ പറയാനാണ് പലപ്പോഴും എനിക്ക് തോന്നാറുള്ളത്. അതിന്റെ കാരണം അതാ സുഹൃത്തുക്കളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുട്ടികളെ ചെറിയ പ്രായത്തിൽ പഠിപ്പിക്കാൻ ഖുറാൻ പിന്നെ എന്താ പറയുക, ഹദീസ് ലേണിംഗ് സ്കൂൾ മാത്രമല്ല, സ്കൂൾ ഓഫ് ഖുറാനുണ്ട്. സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ കുട്ടി മൊബൈലും തോണ്ടിയിരിക്കേണ്ട നേരാണ്. അതവിടെ കൃത്യമായി കുട്ടി ഖുർആനും ഹദീസും ഒക്കെ പഠിക്കാനുള്ള ക്രമീകരണങ്ങൾ അതും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള CRE ക്ലാസ് ഉണ്ട്. ഇതൊക്കെ കുട്ടികൾക്കാണ് കിട്ടിയ അവരിൽ വലിയ മാറ്റം ഉണ്ടാകും. ഞാൻ വിഷൻ സ്റ്റുഡൻസ് ഡൽഹിയിൽ സംഘടിപ്പിച്ച ഒരു പരിപാടി പങ്കെടുക്കാൻ വേണ്ടി പോയി. അപ്പൊ ചെന്നപ്പോൾ ഞാൻ എൻ്റെ എല്ലാ വേദിയിലും ഇപ്പോൾ അത് പറയാറുണ്ട്. എന്താ, വളരെ പ്രസിദ്ധമായൊരു ക്യാമ്പസ് ചെന്നപ്പോൾ അവിടെ 5 റുപ്യ ഇട്ട് കൊടുത്താൽ കോണ്ടം കിട്ടും. കോണ്ടം കൊണ്ടാണ് റൂമുക്ക് പോവുക. യൂണിവേഴ്സിറ്റി തന്നെ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ക്യാമ്പസിന്റെ ബാക്ക് സൈഡിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ഇങ്ങനെ കുടിച്ച് വലിച്ചെറിഞ്ഞ പോലെ കോണ്ടം കണ്ടിയാൻ. ആ സുഹൃത്തുക്കൾക്കിടയിലും ഹിജാബ് ധരിച്ച, നിക്കാബ് ധരിച്ച പെൺകുട്ടികളെ, ദീന് പഠിപ്പിക്കുന്ന ആളുകളെ നമ്മളെവിടുന്ന് കൊണ്ടുപോയി അവിടെ പരിപാടി വെക്കുന്ന കുട്ടികളെ എങ്ങനെ ഉണ്ടാണ്? അത് ഓരോ വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും യോഗ്യത അല്ല, അവരുടെ വാപ്പയും ജീവിതത്തിലെടുത്ത ചില തീരുമാനങ്ങളുടെ യോഗ്യതയാണ്. അവരെ വാപ്പാക്കുമ്മാക്കും ചിലപ്പോൾ അത്ര ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ടാവില്ല. മനസ്സിലായില്ലേ? ജീവിതത്തിന്റെ പ്രായത്തിലെ എല്ലാ ഇത്തരം അവസ്ഥകളെയും അതിജീവിച്ച് പോണത് ഞാൻ നേരത്തെ പറഞ്ഞതാ. ഹൃദയത്തിൽ, എൻ്റെ ആദ്യത്തെ പോയിന്റ് നിങ്ങൾക്ക് ഓർമ്മ വേണം, ഹൃദയത്തിലിട്ട് തഖ്വയുടെ പാസ്വേഡാണത്.
അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ ഈ കാര്യങ്ങൾ കാണണം. അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു ജനതക്ക് വിഷയങ്ങളിലൊന്നും തർക്കം ഉണ്ടാവില്ല. ആരെങ്കിലും എന്തെങ്കിലും കേട്ടതും മനസ്സിലാക്കിയതും വെച്ച് പോകേണ്ടി വരില്ല. അവർക്ക് എല്ലാറ്റിൻ്റെ ഉത്തരം ഖുർആൻ എന്ന് കിട്ടും. നിങ്ങൾ നോക്ക്, എന്താ അങ്ങനെ പറയാൻ കാരണം? ലോകത്ത് ഒരു വിഷയത്തിലും ഒരു വിശ്വാസിക്ക് പ്രശ്നം ഉണ്ടാകില്ല. കാരണം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, തറക്തുകും അലൽ മഹജ്ജത്തിൽ ബൈളാ ലൈലുഹാ കനഹാരിഹാ ലാ യസീഗു അൻഹാ ഇല്ലാ ഹാലികൂ. നിങ്ങളെ ഞാൻ ഉപേക്ഷിച്ചു പോകുന്നത് കൺഫ്യൂഷൻ ഉള്ള ഒരു മതത്തിലല്ല, ക്ലാരിറ്റി ഉള്ള ഒരു മതത്തിലാണ്. സമ്പൂർണമായ ക്ലാരിറ്റി ഉള്ള ഒരു മതത്തിൽ. ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിച്ചു പോകുന്ന വഴിയുടെ രാവിന് പോലും പകലിനേക്കാൾ തെളിച്ചമുണ്ട്. അതിൽ നിന്ന് വഴിതെറ്റിപ്പോകുക ആരാ? അതിൽ നിന്ന് വഴിതെറ്റിപ്പോകുക സ്വയം വഴിപിഴച്ചു പോകാൻ തീരുമാനിച്ചോ മാത്രമേ ഉള്ളൂ. അതേതാണ് ആ വഴി? ഏതാണ്? വിശ്വാസികൾ സമൂഹം അവര് ജൂതന്മാർ 72 അതേപോലെ തന്നെ ജൂതന്മാർ 71 ക്രിസ്ത്യാനികൾ 72 പിളരും. എന്റെ ഉമ്മത്തിൽ ഒരു പിളർപ്പ് ഉണ്ടാകൂല എന്നല്ല, എന്റെ ഉമ്മത്ത് 73 പിളരും. ആ 73 ഏതാണ് പടച്ചോനെ എന്ന് ചോദിച്ചാൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ 73 ഓരോന്നിലും ബെഡ്റൂം തൊട്ട് അന്താരാഷ്ട്ര കാര്യങ്ങൾ വരെ, ഭരണ സ്ഥിരാകേന്ദ്രങ്ങൾ വരെയുള്ള എല്ലാ കാര്യത്തിലും ക്ലാരിറ്റി ഉള്ളതാണത്. ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. എല്ലാവരും ആയത്തു ഹദീസ് ഓതുമ്പോൾ ഞെട്ടണ്ട. ഞാനും എന്റെ സ്വഹാബത്തും ഇന്ന് ഏത് വഴി അനുസരിച്ച് ജീവിക്കുന്നുവോ ആ വഴിയിൽ നിങ്ങൾ പ്രവേശിച്ചാൽ ഞാൻ പറഞ്ഞ തെളിച്ചമുള്ള വഴിയായി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നമ്മളെ വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ നമ്മുടെ പണ്ഡിതന്മാർ, അലിജാബയിൽ പങ്കെടുക്കുന്ന പണ്ഡിതന്മാർ പീസ് റേഡിയോയിൽ 2-3 എപ്പിസോഡ് അവതരിപ്പിച്ചിരുന്നു. ദുരന്ത ഭൂമിയിലെ ഫിഖ് എന്നുള്ളതായിരുന്നു വിഷയം. കറക്റ്റ് ടൈറ്റിലല്ല ഞാൻ പറയണേ, കറക്റ്റ് ടൈറ്റിൽ എനിക്ക് ഓർമ്മല്ല. അതിൽ വന്ന ചോദ്യമാണ്, ഒരാൾ മരിച്ചു എന്ന് ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടി, പിന്നെ നോക്കുമ്പോൾ ഒരു 10 കൊല്ലം കഴിഞ്ഞപ്പോൾ അയാൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം എന്താടെ കുഞ്ഞാപ്പൂജ്, ഞാൻ തന്നെ രക്ഷപ്പെട്ടതാ, ഭാര്യയും വാപ്പിയും ഉമ്മയും ആരും ഇല്ലാത്ത സ്ഥലത്തേക്ക് വരണ്ടെന്ന് ഞാനും കരുതി. അന്വേഷിച്ച് നോക്കിയപ്പോൾ ഓലൊക്കെ പോയി എന്നാ കേട്ടത്. അപ്പോൾ വന്നപ്പോൾ തന്നെ ഓൻ്റെ ഭാര്യനെ വേറെ കെട്ടിയാണ്, അവൻ്റെ സ്വത്തോഹരിയൊക്കെ കഴിഞ്ഞാണ്. എന്താ ചെയ്യുക? എപ്പിസോഡ് കേൾക്കാം കേട്ടോ. അത്ര ക്ലിയർ ആണെന്ന് ഞാൻ പറയണേ, അത്ര ക്ലിയർ ആണ് വിഷയം. ഇസ്ലാമിൽ വ്യക്തത അല്ലാത്ത ഒന്നുമില്ല. പുതിയ കാലത്തെ വിഷയങ്ങൾക്കിടക്ക് ഉത്തരമുണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ എന്തില്ലാന്ന് അറിയോ? വിശ്വാസികൾ അവർക്കിടയിലെ തർക്കങ്ങളോ അവരുടെ ജീവിതമോ എന്തില്ല ഖുർആനൊന്നും എടുക്കൂല. ഒരാൾക്ക് വീട് വെക്കുകയാണെങ്കിൽ ഖുർആനില്ലേ? വീട് വെക്കുകയാണെങ്കിൽ അതിലുണ്ട് ഖുർആൻ. ഖുർആൻ എന്ന് പറഞ്ഞത് ആകെ ജിന്നും ശൈത്താനും സിഹറും പിന്നെ കുനൂത്തും കൂട്ടപ്രാർത്ഥനയും ഇതിക്ക് മാത്രമുള്ളതാന്ന് വിചാരിച്ച കുറച്ച് സാധുക്കളുണ്ട്. വീടുണ്ടാക്കുന്നിടത്തുണ്ട്. എന്താ വീടുണ്ടാക്കുന്നിടത്ത്? അതിൻ്റെ സമ്പാദ്യം. അപ്പോൾ അയാൾ കടത്തിൻ്റെ ഹദീസൊക്കെ വായിക്കുമ്പോൾ അയാളെ വീടിൻ്റെ റൂം കുറയും, സ്ക്വയർ ഫീറ്റ് കുറയും, അതിൻ്റെ ഷോ വർക്കുകൾ കുറയും, പ്ലാനാകെ മാറും. മനസ്സിലായില്ലേ? പ്ലാനാകെ മാറും. പലിശയെക്കുറിച്ചുള്ള ഖുത്ബ കഴിഞ്ഞപ്പോൾ പലിശയെക്കുറിച്ച് 19 പോയിന്റ് ഒരു ഖത്തീബ് അവതരിപ്പിച്ചു. ഖത്തീബ് ആരോകട്ടെ. കഴിഞ്ഞപ്പോൾ ഖത്തീബിൻ്റെ അടുത്ത് വന്നിട്ട് ആദ്യത്തെ ആൾ പറഞ്ഞു, ഞാൻ ചുരം ഇറങ്ങാൻ പോവാണ് മൗലവി, സ്വിഫ്റ്റ് കാർ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇന്ന് അവിടെ പോയ ഷോറൂമിൽ പോയി കിട്ടും, അതിനുള്ള പൈസ അത് കൺസിഡർ ഉണ്ട്. പൈസ ഞാൻ എന്താ വേണ്ടു? നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഞാൻ ക്യാൻസൽ ചെയ്യാണ്, ഇത് ബാങ്കിൽ നിന്ന് എടുത്താണ്, എനിക്ക് വേണ്ടാറ് കേട്ടോ. ഖുത്ബ നടക്കണേൻ്റെ ഇടയ്ക്ക് അവിടെ ഖുത്ബ കേൾക്കുന്ന ഒരാൾ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അപ്പോൾ ഖത്തീബിന് അറിയുന്ന ആളാണ്, ഇപ്പോൾ ഒരു വാപ്പ അത്യാസന്ന നിലയിലാണ്. അപ്പോൾ ഖുത്ബ കഴിഞ്ഞേക്ക് ഇയാൾ പിന്നെ അവിടെ കണ്ടപ്പോൾ ഒന്നുമില്ലാറ്. എന്താ അറിയോ? മൂപ്പര് ഖുത്ബയിൽ ഈ പലിശനെ കുറിച്ചുള്ള കൂടെ കേട്ടപ്പോൾ അങ്ങോട്ട് ബേജാറായിട്ട് ആണ് മറന്നിട്ടാണ് വിളിച്ചിക്കാണ് എഞ്ചിനീയർക്ക് ഇറങ്ങി കണ്ട്. ഇത് കഴിഞ്ഞിട്ടൊക്കെ മതി, പക്ഷേ സഹായിച്ചില്ല മൗലവി. എന്താ? പലിശയുടെ ഏറ്റവും അവസാനത്തെ അംശം സ്വന്തം മാതാവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നവനെ പോലെയാണ് എന്ന് കേട്ടതോടുകൂടെ ഇരിക്കാൻ കഴിഞ്ഞില്ല. അതാണെന്നാണ്. അപ്പൊ അത്ര ശക്താണ് ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്കിടയിൽ ഏത് തർക്കങ്ങളും ഒരു പെട്ടിങ്ങളടുത്ത് കൂടെ വരുന്നുണ്ട്. ഈ പരിപാടികൾ ചെലവെന്ന് കിട്ടണം, ആ നിലക്കതിനെ പരിഗണിക്കുക കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ കറക്റ്റ് കേൾപ്പിച്ചൊരു വചനമുണ്ട് അല്ലേ? സൂറത്തു നിസായിലെ 59-ാമത്തെ ആയത്ത്. എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, അത്തിഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കണം, വഅത്തിഉർ റസൂല, നിങ്ങൾ റസൂലിനെ അനുസരിക്കണം, വഉലിൽ അംരി മിൻകും, നിങ്ങളിലെ കൈകാര്യകർത്താക്കളെ അനുസരിക്കണം,
ഫൈൻ തനാസഅതും ഫീ ശൈഇൻ, എന്നിട്ട് നിങ്ങൾക്കിടയിൽ മതത്തിൽ വല്ല തർക്കമുണ്ടെങ്കിൽ ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂൽ, നിങ്ങൾ അത് അല്ലാഹുവിലേക്കും റസൂലിലേക്കും മടക്കണം. ഇൻ കുൻതും, നിങ്ങൾ ആരാണെങ്കിൽ തുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നവരാണെങ്കിൽ, ദാലിക ഖൈറുൻ, അതാണ് ഏറ്റവും ഖൈറായത്, വഅഹ്സനു തഅവീല, അതിനാണ് ഏറ്റവും ശരിയായ പര്യവസാനമുള്ളത്. ഏത് കാര്യവും ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടക്കണീനാണ് ശരിയായ പര്യവസാനമുള്ളത്.